ഈ പുഴയും കടന്ന് പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിനീത് മാറി നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഗംഗ വരികയാണ്. ഗംഗ വന്നിട്ട് വിനീതിൻ്റെ നിന്ന് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കാണുമ്പോഴേക്ക് വിനീതേട്ടൻ്റെ ഒരു കാമുകിയുടെ കാണുന്നത്. ആ ബന്ധം വിച്ഛേദിക്കാനാണ് ഈ ഫോൺ ഞാൻ എടുത്തതെന്ന് ഗംഗ പറയുകയാണ്. അപ്പോൾ വിനീതിനിങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ദാസും ഗീതയും വന്നിട്ടുണ്ട്. അപ്പോൾ സുജാത വിളിച്ച് പറഞ്ഞ പ്രകാരം വിനീതും ഗംഗയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ദാസ് ഗീതയുടെ അടുത്ത് പറയുന്നുണ്ട്, എപ്പോഴും വന്നിട്ട് പോകുന്ന പോലെ ആവുമോ ഈ പ്രാവശ്യം, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദാസ് രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. അതുപോലെ സുജാതയുടെ വീട്ടിലേക്ക് ഗംഗയും വിനീതും എത്തുന്നുണ്ട്. അപ്പം വന്നതിന് ശേഷം അവരിരുന്ന് സംസാരമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ദാസ് പറയുന്നുണ്ട്, ഒരു കോടതിയിൽ ചെന്ന് തീരാവുന്നതേ ഉള്ളൂ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഈ ബന്ധം ഞാനങ്ങ് തീർക്കും. അതിനുശേഷം ഈ വീട്ടിൽ കിടന്ന് പുഴു അരിച്ച് പോകുന്നതേ നിൻ്റെ പെങ്ങൾ മാത്രമായിരിക്കും, എൻ്റെ ഭാര്യ ആയിരിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകപ്പാട് ദേഷ്യം കയറി ദാസിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അവസാനം ഗംഗയും ഗീതയൊക്കെ പിടിച്ച് മാറ്റിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമോ വിശേഷം.